നമുക്കിന്ന് ആത്മാഭിമാനത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നമ്മൾ ജീവിതത്തെ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിന്റെ ഒരു അടിത്തറയാണിത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കാറുമുണ്ട്. ഇതൊരു വെറും വാക്കല്ല, നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ നേരിടുന്നു എന്നതിന്റെയൊക്കെ അടിസ്ഥാനമാണ്. അപ്പോ എന്താണ് ശരിക്കും ഈ ആത്മാഭിമാനം? അതിലും പ്രധാനമായിട്ട് നമുക്കിതെങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം? വാ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. തുടങ്ങാനായിട്ട് എഴുത്തുകാരനായ നഥാനിയൽ ബ്രാൻഡന്റെ ഈയൊരാശയം നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവ് ആത്മാഭിമാനത്തെ നമ്മുടെ ബോധത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനമായിട്ട്, അതായത് ഒരു ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് കാണാനാണ്. ഈയൊരൊറ്റ ചിന്ത മതി നമ്മുടെ കാഴ്ചപ്പാട് മുഴുവനായിട്ട് മാറാൻ. ഇത് വെറുതെ നമ്മളെക്കുറിച്ച് നല്ലത് തോന്നുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തെക്കുറിച്ചാണ്. നമുക്ക് പ്രതിരോധിക്കാനും ശക്തി നേടാനും വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനുമുള്ള കഴിവ് തരുന്ന ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അസുഖങ്ങളെ തടഞ്ഞു നിർത്തുന്നില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബോധത്തിന്റെ പ്രതിരോധ സംവിധാനവും. ജീവിതം നമ്മുടെ നേർക്ക് എന്ത് വെല്ലുവിളി എറിഞ്ഞാലും നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. ഒരു പരാജയമോ തിരിച്ചടിയോ വലിയ നിരാശയോ വരുമ്പോ അതിൽ തളർന്നു പോകാതെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം തരുന്നത് നമ്മുടെ ഈ മാനസിക പ്രതിരോധശേഷിയാണ്. സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും: ഈ പ്രതിരോധ സംവിധാനം ദുർബലമാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ പ്രതിരോധശേഷി കുറയുമ്പോൾ നമ്മൾ മാനസികമായി ദുർബലരാകും. ഇത് നമ്മളെ ഒരു തരം ദുഷിച്ച വലയത്തിലേക്ക്, ഒരു വിഷസ് സൈക്കിളിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മുടെ ഈ മാനസിക പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ പിന്മാറുന്നത് കാണാം. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ തേടിപ്പോവാതെ എപ്പോഴും പേടിച്ച് സേഫ് സോണിൽ മാത്രം ഒതുങ്ങിക്കൂടും. ഇതിനേക്കാളൊക്കെ ആഴത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷത്തിനോ വിജയത്തിനോ ഒന്നും നമ്മൾ യോഗ്യരല്ല എന്നൊരു തോന്നലുണ്ടാകാം. ഇതാണ് ഏറ്റവും അപകടം. കാരണം ഇത് നമ്മളറിയാതെ തന്നെ നമ്മളെ സ്വയം തോൽപ്പിക്കാൻ പ്രേരിപ്പിക്കും. കുറഞ്ഞ ആത്മാഭിമാനത്തിന്റെ യഥാർത്ഥ കെണി ഇതുതന്നെയാണ്. വളരെ സൂക്ഷ്മമായൊരു കെണി. അതിനൊരു പേരുമുണ്ട്, കേട്ടിട്ടുണ്ടോ? സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി, അതായത് സ്വയം നിറവേറുന്നൊരു പ്രവചനം പോലെ. അപ്പോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? അടിസ്ഥാനപരമായി നമുക്ക് എന്തിനൊക്കെ കഴിവുണ്ട്, നമ്മൾ എന്തൊക്കെ അർഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഉപബോധ മനസ്സിലെ വിശ്വാസങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെയാണോ ഭയക്കുന്നത് അത് സത്യമായി തീരുന്ന രീതിയിൽ നമ്മൾ പെരുമാറി തുടങ്ങും. അവസാനം അത് സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളോട് തന്നെ പറയും: കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് നടക്കില്ലെന്ന്. ഇത് ഭയാനകമായ ഒരു ലൂപ്പാണ്. നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഉള്ളിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ട കാര്യങ്ങൾ അറിയാതെ തന്നെ ചെയ്തു തുടങ്ങും. ശരി, അപ്പോൾ ഈ ഒരു ദുഷിച്ച വലയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? എങ്ങനെയാണ് നമുക്ക് ആ പ്രതിരോധ സംവിധാനം ഒന്നുകൂടി ശക്തമാക്കാൻ പറ്റുന്നത്? അതിന് ആരോഗ്യകരമായ ആത്മാഭിമാനം ശരിക്കും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. സത്യത്തിൽ അതൊരു ഫോർമുലയാണ്. അതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. ആരോഗ്യകരമായ ആത്മാഭിമാനത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്വയം കാര്യക്ഷമത അഥവാ സെൽഫ് എഫിക്കസി. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്ന ആത്മവിശ്വാസം. ഇതാണ് സമവാക്യത്തിലെ എനിക്ക് കഴിയുമെന്ന ഭാഗം. ഇനി രണ്ടാമത്തേത് ആത്മാഭിമാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം മൂല്യത്തിലും സന്തോഷിക്കാനും വിജയിക്കാനുമുള്ള നിങ്ങളുടെ അവകാശത്തിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. ഇതാണ് ഞാൻ യോഗ്യനാണ് എന്ന ഭാഗം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇവ രണ്ടും വേണം. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും കഴിവുള്ള വ്യക്തിയാകാം, പക്ഷേ വിജയത്തിന് നിങ്ങൾ യോഗ്യൻ അല്ലെന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്തും എത്തില്ല. അതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് തോന്നാം, പക്ഷേ അത് നേടാൻ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവിൽ നിങ്ങൾക്ക് 0 വിശ്വാസമാണെങ്കിൽ അതുകൊണ്ടും പ്രയോജനമില്ല. യഥാർത്ഥ ഉറച്ച ആത്മാഭിമാനം വരുന്നത് എപ്പോഴാണെന്നോ, എനിക്ക് കഴിയും എന്ന വിശ്വാസവും ഞാൻ യോഗ്യനാണ് എന്ന ബോധ്യവും ഒരുമിക്കുമ്പോൾ മാത്രം. ശരി, അപ്പോൾ തിയറി നമുക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാകേണ്ടത്. ഇതിനെ നിങ്ങളുടെ മനസ്സിന്റെ പ്രതിരോധ സംവിധാനത്തിനുള്ള ഒരു വ്യായാമം പോലെ കണ്ടാൽ മതി. കാരണം ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. അത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ്. ജീവിതം മാറ്റിമറിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് ഒരു നിമിഷത്തേക്ക് മറന്നേക്കൂ. അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന മാറ്റം വരുന്നത് ഓരോ ദിവസവും നമ്മളെടുക്കുന്ന ചെറിയ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നാണ്.
അതുകൊണ്ട് നമുക്കൊരു ചെറിയ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇപ്പോൾ തന്നെ തുടങ്ങാം. വെറും 5%. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖല മനസ്സിൽ കാണുക. നിങ്ങളുടെ ജോലിയാകാം, ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമാകാം, എന്തും. എന്നിട്ട് ഈ ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കുക. ഇന്ന് ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാനൊരു 5% കൂടുതൽ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ എന്തു ചെയ്യും? ഇവിടെ ഏറ്റവും പ്രധാനം വലുതായി ചിന്തിക്കാതിരിക്കുക എന്നതാണ്. ചെറുതായി ചിന്തിക്കുക. വളരെ വളരെ ചെറുതായി. നിങ്ങൾക്കിപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ചിലപ്പോൾ അത് നിങ്ങൾ കുറേ നാളായി മാറ്റിവെച്ച ഒരു ഫോൺ കോൾ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നടക്കാൻ പോകുന്നതാകാം. അത്രയുള്ളൂ. ചെറുതും വ്യക്തവും ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു കാര്യം. ഈ ഒരു ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പഴയ സ്പാനിഷ് പഴഞ്ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്: ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടത് എടുത്തോളൂ, പക്ഷെ അതിന് വില നൽകണം. നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ നേടാം. അത് ശക്തമായ വ്യക്തിത്വമാവട്ടെ, മെച്ചപ്പെട്ട ജീവിതമാകട്ടെ, പക്ഷെ അതിന് നിങ്ങളൊരു വില നൽകണം. ഈ സന്ദർഭത്തിൽ ആ വില പണമല്ല, വില പ്രവൃത്തിയാണ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കണ്ട ആ ചെറിയ 5% പ്രവൃത്തിയില്ലേ, അതാണ് നിങ്ങൾ നൽകുന്ന ആദ്യത്തെ വില. അപ്പം നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. ഇന്ന് നിങ്ങൾ നൽകുന്ന ആദ്യത്തെ വില എന്താണ്? ഒരു 5% കൂടുതൽ ബോധവാനാകാൻ, അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാകാൻ, അല്ലെങ്കിൽ കൂടുതൽ ലക്ഷ്യബോധമുള്ളവനാകാൻ. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ചെറിയ കാര്യം എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിയായ പാതയിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ്.